വെൽക്കം ടു കോലേൺ ക്ലാസ്സസ്. എല്ലാവർക്കും നമ്മുടെ കോലേൺ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ബാങ്കിങ് PYQ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ ദ ഡാഷ് ഓഫ് ഗ്രീവൻസസ് ഓഫ് ബാങ്ക് കസ്റ്റമേഴ്സ്. ഓപ്ഷൻസ് ആർ എ redressal, ബി പ്രൊമോഷൻ, സി അവോയ്ഡൻസ് ആൻഡ് ഡി റെക്കമെൻഡേഷൻ. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ബാങ്ക് കസ്റ്റമേഴ്സിന്റെ തടസ്സങ്ങൾ എന്ത് ചെയ്യാനാണ്? ഗ്രീവൻസസ് എന്ന് വെച്ചാൽ തടസ്സങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്ത് ചെയ്യാനാണ്? ഫസ്റ്റ് വൺ റിഡ്രസൽ, സെക്കൻഡ് വൺ പ്രൊമോഷൻ, അവോയ്ഡൻസ് ആൻഡ് റെക്കമെൻഡേഷൻ. ഏതാണ്? ആൻസർ ഈസ് എ റിഡ്രസൽ. അതായത് പരിഹരിക്കാൻ വേണ്ടി. റിഡ്രസൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു റെമഡി, പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ബാങ്കിൽ പോകുന്നു അല്ലേ? അപ്പോൾ പോകുമ്പോൾ നമുക്ക് അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ബാങ്കുകാരുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് ആർക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാം? ബാങ്കിങ് ഓംബുഡ്സ്മാന് കൊടുക്കാം. അപ്പോൾ അത് അവർ പരിഹരിച്ചു തരും. അപ്പം നമ്മുടെ ഗ്രീവൻസസ്, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി, റിഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാങ്കിങ് ഓംബുഡ്സ്മാനെ RBI എന്ത് ചെയ്തിരിക്കുന്നത്? അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം BR ആക്ടിലെ ഏത് സെക്ഷനിലാണ് പറയുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 35A. നമ്മുടെ RBI ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം എന്ന് മുതലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയത്? ഓർത്ത് വെക്കുക, 1995 ജൂൺ 14. പിന്നീട് ന്യൂ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ വന്നത് 2006 കേട്ടോ. April 1, 2006 April 1 വന്നത്. പിന്നെ നമുക്കറിയാം 2021 November 12 ഇന്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം വന്നു. എന്താണത്? നമ്മുടെ പഴയ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം 2006 ഓംബുഡ്സ്മാൻ സ്കീം ഫോർ NBFCs 2018 ഓംബുഡ്സ്മാൻ സ്കീം ഫോർ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് 2019 ഈ 3 ഇയറിലായിട്ടുള്ള ഓംബുഡ്സ്മാൻ സ്കീമുകളെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തത് കൊണ്ട് നവംബർ 12, 2021 എന്ത് ചെയ്തു? ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം നിലവിൽ വന്നു. ഓർത്ത് വെക്കണം, ഇതൊരു തവണ നമ്മുടെ കേരള ബാങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. എന്തൊക്കെയാണ്? ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം 2006 ഓംബുഡ്സ്മാൻ സ്കീം ഫോർ NBFCs 2018 ഓംബുഡ്സ്മാൻ സ്കീം ഫോർ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് 2019 എല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്താണ് പുതിയ എന്ത് വന്നത്? ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം. അതിൻ്റെ വർഷം, ഡേറ്റ് അടക്കം പഠിക്കുക. 2021 നവംബർ 12. നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീമിന് ഒരു സ്ലോഗൻ ഉണ്ട്. എന്താണ്? വൺ നേഷൻ വൺ ഓംബുഡ്സ്മാൻ. നമുക്ക് ഒരു നേഷൻ ഉണ്ട്, അപ്പോൾ എന്താ വേണ്ടുന്നത്? ഒരു ഓംബുഡ്സ്മാൻ വേണം എന്നുള്ളത് അല്ലേ? പിന്നീട് നമുക്കറിയാം ബാങ്കിങ് ഓംബുഡ്സ്മാനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? RBI ആണ്. എല്ലാ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്കും RRBകൾക്കും ഷെഡ്യൂൾഡ് പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്കുകളും എല്ലാം ഈ ബാങ്കിങ് ഓംബുഡ്സ്മാന്റെ കീഴിലാണ് വരുന്നത്. ഇവരുടെ മെയിൻ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ബാങ്കിങ് സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കസ്റ്റമേഴ്സിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്ത് കൊടുക്കുക? അത് സെറ്റിൽ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ നമുക്ക് 22 ബാങ്കിങ് ഓംബുഡ്സ്മാന് നിലവിലുണ്ട്. കേരളത്തിൽ ഓഫീസ് ഓഫ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? തിരുവനന്തപുരമാണ്. ബാങ്കിങ് ഓംബുഡ്സ്മാനെ എത്ര നാളത്തേക്കാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? 3 വർഷം അല്ലെങ്കിൽ 65 years, whichever is earlier. For a period of 3 years or 65 years, whichever is earlier. പിന്നീട് വേണമെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്ത് എത്ര വർഷത്തേക്ക് കൊടുക്കാം? 2 വർഷത്തേക്ക് കൊടുക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. SIDBI was set up in the year. Options are A 1990, B 1949, C 1987 and D 1950. അപ്പൊ എന്നാണ് SIDBI നിലവിൽ വന്നത്, സ്ഥാപിതമായത്? എന്നാണ്? ഓപ്ഷൻ A 1990 ആണ് എന്ത് ചെയ്തത്? നമ്മുടെ SIDBI സ്ഥാപിതമായത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് SIDBI. സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത് നിലവിൽ വരുന്നത് 1990 April 2. It is a principal financial institution in India dedicated to promoting, financing, developing the micro, small and medium enterprises MSME sector. ഓക്കെ, നമുക്കറിയാം എന്തിനാണ് ഇത് നിലവിൽ വന്നത്? നമ്മുടെ MSME സെക്ടർ, അതായത് മൈക്രോ, സ്മോൾ, മീഡിയം എന്റർപ്രൈസുകളൊക്കെ ഉണ്ടല്ലോ, അവരെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനും അവർക്ക് സാമ്പത്തികമായിട്ട് സഹായം കൊടുക്കാനും അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനുമാണ് നമ്മുടെ SIDBIയുടെ ഉദ്ദേശം. മനസ്സിലായില്ലേ? അതിനുവേണ്ടി അവർക്ക് ഫിനാൻസ് കൊടുക്കാം. ഇത് നിലവിൽ വന്നത് എന്നാണ്? സ്ഥാപിതമായത് 1990 April 2. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ലക്നൗ ആണ്. നാഷണൽ ഇക്വിറ്റി ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആര് എന്ന് ചോദിച്ചാലും അത് നമ്മുടെ SIDBI ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സർഫേസി ആക്ട് 2002 റിലേറ്റ്സ് ടു ഡാഷ്. ഓപ്ഷൻസ് ആർ A ലോൺ പേയ്മെന്റ്, B ലോൺ റിക്കവറി,
സി ലോൺ സാങ്ഷനിങ് ആൻഡ് ഡി ലോൺ മെർജിങ്. എന്താ ക്വസ്റ്റ്യൻ? സർഫേസി ആക്ട് 2002 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഈസ് ഓപ്ഷൻ ബി ലോൺ റിക്കവറി. ലോൺ റിക്കവറിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണ് ഈ സർഫേസി നിയമം എന്ന് പറയുന്നത്? അതൊരു ആക്ട് ആണ് അല്ലേ, നിയമമാണ്. അതിന്റെ എക്സ്പാൻഷൻ പഠിക്കണം. സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് ഇൻട്രസ്റ്റ് ആക്ട് 2002. അപ്പോൾ ഇത് ആരാണ് റെക്കമെൻഡ് ചെയ്തത്? ഇത് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് നരസിംഹം കമ്മിറ്റി 2, 1998 നരസിംഹം കമ്മിറ്റി 2 ആണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ബാങ്കിങ് സെക്ടർ റിഫോംസ് എന്ന് പറയാം. ഇത് നിലവിൽ വന്ന വർഷം ജൂൺ 21, 2002 ആണ്. പിന്നീട് ഇത് അമെൻമെന്റ് നടത്തിയിട്ടുണ്ട്. അമെൻഡ് ചെയ്തത് ഏത് വർഷമാണ്? 2004. അപ്പോൾ ഇത് എന്തിനാണ് ഈ നിയമം കൊണ്ടുവന്നത്? എല്ലാ ബാങ്കിലും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലും അവരുടെ ലോൺ, അതായത് കിട്ടാക്കടം അല്ലെങ്കിൽ വായ്പ, കൊടുത്ത വായ്പ എന്ത് ചെയ്യാൻ, റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആക്ട് നിയമം നിലവിൽ വന്നത്. അവിടെ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് വിത്തൗട്ട് ദ ഇന്റർവെൻഷൻ ഓഫ് ദ കോർട്ട്. എന്താണ്, കോടതിയുടെ ഇടപെടൽ ഇല്ലാതെ തന്നെ ഈ ആക്ട് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, സർഫേസി ആക്ട് വെച്ചിട്ട് നമുക്ക് ലോൺ എന്ത് ചെയ്യാം, റിക്കവർ ചെയ്ത് എടുക്കാം. അപ്പോൾ എല്ലാ ബാങ്കുകാർക്കും ഇത് എന്തിനു സഹായമാവും? അവരുടെ NPA, നോൺ പെർഫോമിംഗ് അസറ്റ്സ് റെഡ്യൂസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും, സഹായിക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സർഫേസി ആക്ട് നിലവിൽ വന്നത്. അത് വ്യക്തമായി പഠിക്കുക. ബാങ്കുകാർക്കും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അവരുടെ ലോണുകൾ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ട് കൊണ്ടുവന്നത്. അപ്പൊ കോടതി ഇടപെടൽ വേണ്ട. മനസ്സിലായില്ലേ? അതാണ് എന്ത്, സർഫേസി ആക്ട്.